ഓർത്തപ്പോ ഹീസ് റൈറ്റ്. സെറ്റിൽഡ് ആവാൻ ടൈമൊക്കെ ആയി. പക്ഷെ ആര്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ആരും പ്രേമിച്ചിട്ടില്ല. ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. പരിചയമുള്ള പുരുഷന്മാരുടെ മുഖങ്ങൾ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോ അതിൽ കൊള്ളാവുന്ന ഒരാൾ താനാ. വാട്ട് യു തിങ്ക് ജഗൻ? ഇപ്പൊ മനസ്സിലായല്ലോ, സ്വന്തം വിവാഹത്തിന്റെ ആലോചനയുമായി വന്ന ഒരു പെണ്ണിന്റെ ചളിപ്പ ജഗൻ പറഞ്ഞ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാക്കിയത്. നിന്റെ ഈ ക്യാരക്ടർ, ഈ ഫ്രാങ്ക്നെസ് ഞാൻ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. I really like it. ഒരുപാട് പണമുണ്ട് അച്ഛന്റെ കയ്യില്. അത് മുഴുവൻ എനിക്കാ. ജഗനെ പോലെ തന്നെ എനിക്കതിൽ താല്പര്യമില്ല. നമുക്ക് ജീവിക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി ആർക്കെങ്കിലും കൊടുത്തേക്കാം. വേണമെങ്കിൽ നമ്മുടെ ഉണ്ണിമായ്ക്ക് കൊടുത്തേക്കാം. എന്നിട്ട് ജഗന്റെ ഫേവറേറ്റ് പ്ലേസിലെ പാരീസ്, പാരീസിൽ സെറ്റിൽ ചെയ്യാം. എവിടെ വേണമെങ്കിലും, എനിവേ ഇൻ ദിസ് വേൾഡ്. പാരീസിനെ, വിയന്നെ, യൂറോപ്പിനെ സ്നേഹിച്ചിരുന്ന ജഗനല്ലേ ഇത്? ഇപ്പൊ എനിക്കിഷ്ടം ഈ കണിമംഗലമാണ്, ഈ കോവിലകമാണ്. ജഗന്റെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെടാൻ എനിക്ക് എളുപ്പം കഴിയും. നയൻ, എന്റെ ചുരുക്കം ചില സെൻസിബിൾ ഫ്രണ്ട്സിൽ ഒരാളാണ് നീ. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഈ നാട്ടിലേക്കും ഈ പഴഞ്ചൻ കോവിലകത്തേക്കും എന്നെ കൊണ്ടുവന്ന ചിലതുണ്ട്. ഒരിക്കലും ആരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ചിലത്. തുടക്കത്തിൽ വെറുമൊരു യാത്ര, പിന്നെ കുറച്ച് ദിവസം തങ്ങണമെന്ന് തോന്നി. ഇപ്പൊ എന്നെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയ ചില കമ്മിറ്റ്മെന്റ്സ്. എല്ലാം കഴിയുന്ന ഒരു ദിവസം വന്നാൽ ഞാനിവിടം വിടുമായിരിക്കും. പക്ഷെ അന്ന് എൻ്റെ ഇടം കൈയിൽ ഒരു പെൺകുട്ടിയുടെ വലം കൈ ഉണ്ടാവും. അവളറിയാതെ ഞാൻ അവളെ സ്നേഹിക്കുന്നു, ഞാൻ പ്രേമിക്കുന്നു. മുമ്പുണ്ടായിട്ടില്ലാത്ത ഒരു ഫീൽ അതെന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഐ ആം ഇൻ ലവ്, നയൻ. ഉണ്ണിമായ? അതെ, അവളെയാണ് ഞാൻ ഇന്ന് എന്നെക്കാളും സ്നേഹിക്കുന്നത്. ഒരർത്ഥത്തിൽ അത് വെറും പ്രേമവും പ്രണയവും മാത്രമല്ല, ആരും തുണയില്ലാത്തൊരു പാവം പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തീരുമാനം. My congrats, Jagan.